യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ ഷാഹിദ ഷാജിയുടെ വിഷയമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബേഴ്സിന് ഒരു നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്, എല്ലാം റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഷാഹിദയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. സത്യം എന്തെന്നൊന്നും നമുക്കറിയില്ല. അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്താണെന്ന് അവസ്ഥയെന്ന് നമുക്കറിയില്ല. അവർ 5 മക്കളെ വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഷ്ടപ്പാടാണ്. 5 മക്കളെയൊക്കെ ഹസ്ബൻഡില്ലാതെ വരുമാനം ഇല്ലാതൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഷാഹിദ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദ ഷാജിയുടെ ദിവ്യഗർഭം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ നാത്തൂൻ എനിക്കിപ്പോൾ ദിവ്യഗർഭം ഉണ്ടാക്കി തന്നല്ലോ. 4 മാസം ഷാജിദ എവിടെ ആയിരുന്നു, 4 മാസം ഷാജിദക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. എൻ്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല, അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ്. ഇതില് ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് ഗർഭം ഉണ്ടായത്, ഞാൻ 4 മാസം കടന്നത് ഈ പറയണ എന്റെ ഇക്കാന്റെ ആൾക്കാര്, നിങ്ങൾക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്നറിയില്ല, എന്താ പറയാ, സിഹിർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്ത് വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാര് എന്നെ ചെയ്ത് വെച്ചിട്ട് ഞാൻ 4 മാസം മിണ്ടാണ്ട് മുക്കില് ഫോണ് പോലും തൊടാണ്ട് ഇരുന്നവളാണ് ഞാൻ. അല്ലാണ്ട് 4 മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല്, ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കുന്നത്, ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം. എനിക്ക് ഉണ്ടാക്കിയ ഗർഭം ആരാണ്, എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ, ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പറയുന്ന നാത്തൂമാര് തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം. ഇവരുടെ ഒന്നും പേര് ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറും ഏട്ടന്മാരുടെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരാളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ മോശമല്ലേ? സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക എന്ന് വെച്ചാൽ അവർ ജീവിച്ചോട്ടെ. അവർക്കിപ്പോൾ ഒരു സന്തോഷം വന്നപ്പോൾ അവർ ഇതിന് മാറിയിട്ടുണ്ട്. അതിന് എന്തോ അഹങ്കാരിയാണ്, മറ്റാണെന്നൊക്കെ ആണ് ഇത് പറയുന്നുണ്ട്. എല്ലാ ചാനലുകളിലും പറയുന്നത് അങ്ങനെയാണ്. അവർ അഹങ്കരിച്ചു. ഇപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഒരു സന്തോഷം ചിലപ്പോൾ മാറും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പണ്ടുള്ള ആളുകളെ പോലെയാണോ ഇപ്പോൾ ഉള്ള ആൾക്കാർ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവരുടെ ഭർത്താവിൻ്റെ പെങ്ങൾ നല്ല പുള്ളിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാണ് കൂടുതലും ഇവരെക്കുറിച്ചൊക്കെ ഈ അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയത്. എന്തായാലും അവർ എത്രയോ പേർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, കൊന്നിട്ട് ആരെങ്കിലും കൂടെ പോകുന്നു. ഇതിന്റെ പേരില് ഞാനും എന്റെ മക്കളും ആത്മഹത്യ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫീന ബീവി ആയിക്കോട്ടെ, വേറുള്ള എന്റെ നാത്തുമാരനായിട്ട് ബന്ധപ്പെട്ട വേറുള്ള ചാനലുകാരായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന എന്റെ റംലു നാത്തൂന്, ഇവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു അവർ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കാണ് ഇതൊക്കെ ഇത്രയൊക്കെ കേട്ടാൽ അത് സഹിക്കാൻ പറ്റുക? അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അവർക്കാരും സപ്പോർട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ അവർ നല്ലപോലെ ജീവിക്കുന്നു, അതിന് അവരോടുള്ള അസൂയം കാണും ആൾക്കാർക്ക്. അത് ഉറപ്പായിട്ടും ഇല്ലേ നാം? അവരെ നാത്തൂന് അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ ആയാൽ. ഹസ്ബൻഡ് മരിച്ചു, ഞാൻ കുട്ടികളെ കൂടെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ആ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെ കൂടി അനാഥരാക്കാൻ എത്ര പേര് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു ഉപേക്ഷിച്ചിട്ട് വല്ലവരെയും കൂടെയൊക്കെ പോകുന്നു. അവരങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നാത്തൂൻ്റെ ഒരു ഫോൺ സംഭാഷണമുണ്ട്, അതും കൂടി ഒന്ന് കേട്ട് നോക്കൂ. ഇവരെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയാമല്ലോ. അവള് പറയുന്ന കാര്യങ്ങളും ഏത് സത്യല്ല. അവള് തനിപ്പഴയ അവനുള്ളുമ്പോഴേ താത്ത, നിങ്ങൾ മുസ്ലിംസ് അല്ലേ? അതെ അതെ മുസ്ലിം. അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആണുങ്ങളായിട്ട് ഉള്ളത് കൊണ്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങളുണ്ട്. അവളുടെ പോക്ക് ശരിയില്ല, അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവനെ കൊണ്ട് സൂചിപ്പിച്ചു. പോണ്ട് ഇന്നവിടെ വേണ്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് നിന്റെ ഭാര്യനെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവൻ വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞാൽ അവനൊരു പാവമാണ്, അവൻ കെട്ടിയവളുടെ അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു. അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ചു. ആര് പറഞ്ഞാലും അവനോട് എടുക്കണില്ല, സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി. ലാസ്റ്റ് എന്താണ് അവനക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് അവൻ ഒരു ദിവസം ഒരിക്കൽ ചിന്തിച്ചു. അതിന്റെ ഇടയില്
ഇവന്റെ മൂത്ത മകൻ തന്നെ ഇപ്പൊ അങ്ങനെയാണ്. രാത്രി നേരത്തെ കോള് വരും, നമ്മ രാത്രി അവനെ നല്ല അടിയടിക്കാ പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞിട്ട്. അങ്ങനെ വലിയ മകൻ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ഭൂമിയായിട്ട് മിണ്ടാണ്ടിരിക്കുമല്ലോ. അവനക്ക് സത്യങ്ങൾ അറിയാതാ, അവനക്ക് എല്ലാ സത്യം അറിയാം. അതുകൊണ്ടാ കുഞ്ഞ് സൈലന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയില്ല. അവനും എന്തെങ്കിലും അവനും എന്റെ ആങ്ങൾ ഉള്ളുമ്പോ തന്നെ ഇവള് പറയുമ്പോ അവന് നല്ല അടിയടിക്കുക. അവള് പഠിച്ച കല്യാണം, അവള് ചില്ലറക്കാരിയല്ല പറഞ്ഞ അത് ഒരാൾക്ക് പറഞ്ഞറിയിച്ച മനസ്സിലാവില്ല, അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഈ 4 മാസം അവള് എവിടെ പോയി? ഈ 4 മാസം അവള് വിശേഷമായത് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കുന്ന അവള്. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ എവിടെന്നാ വിശേഷമാകുക താത്ത? ദിവ്യഗർഭം. ഇപ്പൊ എത്ര നാളായി പുള്ളി മരിച്ചിട്ട്? 1 വർഷമായിട്ടുള്ളൂ. ഇവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് വിശേഷമായിരിക്കുന്നത്. ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അവൾക്ക് വിശേഷമായി. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈ 2 വട്ടം മുറിച്ചു. ഉമ്മാന്റെ കൈ കടിച്ചു മുറിച്ചു. കേട്ടല്ലോ അവരുടെ നാത്തുവിന്റെ സംഭാഷണം. പിന്നെ നീ പറഞ്ഞല്ലോ എടി കൈ മുറിച്ചു. കൈ മുറിച്ചത് എന്റെ ഉമ്മാന്റെ കൈയല്ല, എന്റെ കൈയടി. എന്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ. ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ 10-15 കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എത്തിയിട്ടില്ല. നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതാണ്. നിന്റെ ആങ്ങളെ നീ പറയല്ലോ എനിക്ക് ദൂർത്തടിയാണ് ബാക്കിയുള്ളതാണ്. എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത്. എന്റെ കാമുകന് എന്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ടടി വെളിപ്പെടുത്തിയില്ല? പുറത്ത് എന്തുകൊണ്ട് കൊടുന്നില്ലടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ? എന്നിട്ട് നീ പറയണ ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ്. ഇതിലും വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്.